ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റിൽ ഞാൻ അത്യാവശ്യം ഡൗൺ എന്താ പറയുക ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ഒക്കെ കിട്ടിയെങ്കിൽ പോലും അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഒരുപാട് പൊസിഷൻസോ ട്രേഡോ ഒന്നും ഇന്നലെ എടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് മാറി നിൽക്കുമായിരുന്നു ചെയ്തത് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം. ഡോ ജോൺസ് ഫ്യൂച്ചർ നോക്കുമ്പോൾ 17 ഫെബ്രുവരി 2026 ആൻഡ് S&P 500 നാസ്ഡാക്ക് ഓപ്പണിംഗ് ആയിട്ടില്ല. നിങ്ങൾക്കറിയാം മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം എന്താ പറയുക ന്യൂട്രൽ സ്ട്രെച്ചപ്പിൽ ട്രേഡ് ചെയ്യുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ബെയറിഷിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണ് 59 to 60 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. മേ ബി ചെറിയ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് 65 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഇനി ഒരുപാട് മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. അപ്പം ഈ വീക്കിലേക്കുള്ള ക്ലാരിറ്റി എല്ലാ മാർക്കറ്റ്സും ഒന്ന് ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നലെ നടന്ന കാര്യം നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നിഫ്റ്റി ജസ്റ്റ് ഒരു ഡിമാൻഡ് ഏരിയ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലെ മാർക്കറ്റ് നിൽപ്പുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ അധികം ട്രേഡ്സ് എടുത്തില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എനിക്കൊരു തൃപ്തിപരമായ മൂവ്മെൻറ്റ്സ് ഒരു സ്റ്റോക്സിലും കിട്ടിയിട്ടില്ലായിരുന്നു. സോ ജസ്റ്റ് ചെറിയ പൊസിഷൻസ് എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താ മാർക്കറ്റിനുള്ള പോസിബിലിറ്റി എന്ന് ചോദിച്ചാൽ 25,682 നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയ ആയിട്ടില്ലേ 24,700 ശേഷം മാർക്കറ്റ് എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിശോധിക്കുക. ഒരു ഗ്യാപ്പ് അപ്പ് തരുന്നു, ശേഷം ഒന്ന് കൺസോൾട്ടേഷൻ തരുന്നു, വീണ്ടും ഗ്യാപ്പ് അപ്പ് തരുന്നു, കൺസോൾട്ടേഷൻ തരുന്നു, വീണ്ടും ഗ്യാപ്പ് ഡൗൺ തരുന്നു, ഒരു കൺസോൾട്ടേഷൻ തരുന്നു. ഒരു കണ്ടിന്യൂഷൻ മൂവ്മെന്റ്, എങ്ങോട്ടെങ്കിലും ഒരു സ്ട്രക്ചറലി ഒരു മൂവ്മെന്റ്, ഡൗൺ സൈഡ് എങ്കിൽ ഡൗൺ സൈഡ് സ്ട്രക്ചർ ബ്രേക്ക്, അപ്സൈഡെങ്കിൽ അപ്സൈഡ് സ്ട്രക്ചർ ബ്രേക്ക്. എനിക്ക് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഫീൽ കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. എന്തായാലും കൺസോൾട്ടേഷൻ നിൽക്കുകയാണ്. ഒരു വൈഡ് റേഞ്ച് 25,460, 25,971 ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കൊന്നും ഒരു സ്ട്രക്ചറലി ഉള്ള ഒരു ഷിഫ്റ്റ് ഒന്നും മാർക്കറ്റ് തന്നിട്ടില്ല. ടോട്ടലി ഒരു കൺജസ്റ്റഡ് മൂവ്മെന്റ് ആണ് മാർക്കറ്റ് തരുന്നത്. അപ്പോൾ അതിന് ആ ഒരു ഏരിയാസ് ഒക്കെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഒരു സൂപ്പർ ബുള്ളിഷ് അല്ലെങ്കിൽ സൂപ്പർ ബെയറിഷിലേക്ക് മാർക്കറ്റ് പോയി എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ നിഗമനത്തിലെത്തത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിച്ച് മാർക്കറ്റിൽ നിൽക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കി 25,816 എന്ന് പറയുന്ന ഇൻട്രാഡേ ലെവലിൽ ഒരു സപ്ലൈ റേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം മാർക്കറ്റ് അവിടെ നിന്നാണ് ക്യാപ് ഡൗൺ ഉണ്ടായത്. സോ അവിടെ ആ ഒരു ഏരിയയിൽ മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നേരിട്ടേക്കാം. ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റേക്കാം. ആൻഡ് ആ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,970 എന്നുള്ള സോണാണ്. US-ന്റെ ട്രേഡ് ഡീലുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോഫിറ്റ് ബുക്കിംഗ്, അതിനുശേഷം നടന്ന ഒരു കൺസോൾട്ടേഷൻ ആൻഡ് വീണ്ടും ഒരു ഗ്യാപ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഗ്യാപ് ഡൗൺ. അപ്പോൾ ഈ ഒരു ഏരിയ 25,970 എന്നുള്ള ഏരിയ ഉണ്ടല്ലോ, ആൻഡ് 26,000 കിട്ടോ. ഈ 26,000 ബ്രേക്ക് ചെയ്യാൻ കുറേ ദിവസമായിട്ട് നോക്കുന്നുണ്ട്. 10-ാം തീയതിക്ക് ശേഷം ഇതൊന്നും നടന്നിട്ടില്ല. അപ്പം 26,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്രഷ് മൂവ്മെന്റ് പല സ്റ്റോക്സിലും നമുക്ക് കിട്ടും. അല്ലാത്ത പക്ഷേ എനിക്കൊരു കൺജസ്റ്റഡ് ആയിട്ടും ഒരു വളരെ കൺട്രോൾഡ് ആയിട്ട് ഞാൻ ക്വാണ്ടിറ്റീസ് എന്തെങ്കിലും ട്രേഡ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യത്തുള്ളൂ. നമുക്ക് നോക്കാം. 26,000 ബ്രേക്ക് ചെയ്യട്ടെ മാർക്കറ്റ്, അതിനുശേഷം വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചർച്ച പോവാം. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറിയ ന്യൂസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ റിസൾട്ട് സീസൺ എൻഡ് ചെയ്യുകയാണ്. അപ്പം കൂടുതൽ റിസൾട്ടുകളൊക്കെ പരിശോധിച്ച ശേഷം നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ്, റിലയൻസിന്റെ FMCG സബ്സിഡിയറി എന്ന് പറയുന്ന റിലയൻസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഒരു മെജോറിറ്റി കൊണ്ട് ജോയിന്റ് വെഞ്ചർ ട്രോപ്പിക്കൽ ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ്സുമായിട്ട് ചേർന്ന് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് നൈജീരിയയിലെ വലിയൊരു ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആണ്. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് തുടങ്ങി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കമ്പനി JSW ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബോർഡ് മീറ്റിംഗ് ഉണ്ട് 20-ാം തീയതി. അത് ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസാണ്. പിന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ് ഒരു ലോവസ്റ്റ് ബിഡറായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്റെ 5 നെക്സ്റ്റ് ജനറേഷൻ സർവേ വെസൽസ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് 5,000 കോടിയുടെ ഒരു ഓർഡറാണ് കൊച്ചിൻ ഷിപ്പ് യാർഡിന് കിട്ടിയിട്ടുള്ളത്. സോ ഇറ്റ്സ് ഗുഡ്, കമ്പനിക്ക് നല്ലതാണെന്നുള്ള കാര്യം പറയാം. പിന്നെ നോവൽ ആന്റി ഡിപ്രസന്റ് ഡേസ്ലാഫ്ലക്സ് എന്ന് പറഞ്ഞ മരുന്നുണ്ടല്ലോ, അത് കാനഡയിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ലൂപ്പിൻ ഒരു സ്പെക്ടെക്സ് ഫാർമ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഒരു ലൈസൻസ് ആൻഡ് സപ്ലൈ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്മാക്കോ റെയിലാണ് 219 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. വികാസ് കോർപ്പറേഷൻ, മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസൈൻ, സപ്ലൈ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗും കമ്മീഷനിങ്ങും ചെയ്യുന്നതിനെ ബന്ധപ്പെട്ട് ടെക്സ്മാക്കോ റെയിലിന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിനാണെങ്കിൽ ഒരു ലെറ്റർ ഓഫ് എക്സെപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. 154.6 കോടിയുടെ ഓർഡറാണ്. മോട്ടി നറോലെ ഫ്രീ പ്ലാസ ഇൻ ഗുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുന്ന TVS സപ്ലൈ ചെയിൻ ആണ്. ഇറ്റലി ബേസ്ഡ് ഗ്ലോബൽ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സപ്ലൈ ചെയിൻ ഇന്റഗ്രേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കുറച്ച് പ്രൊജക്റ്റുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അവർ TVS സപ്ലൈ ചെയിൻ ഇതൊരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്നും പുതിയ കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസസ് ഇന്ന് നിലവിലുള്ളത്. അപ്പം
സ്റ്റോക്സിലൊക്കെ ഇനിയുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്യുന്ന അതാണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അതൊന്നുകൂടെ സൂചിപ്പിച്ചേക്കാം. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇപ്പം മോസ്റ്റ്ലി 81 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് പഴയ ചാനൽ ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ടോട്ടലി നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും നല്ല സ്വിംഗ് ട്രെയിനിങ് സെറ്റപ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നല്ല നല്ല കണ്ടന്റുകൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസസ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഈ സാധനം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ റിസൾട്ട് വരുമ്പോൾ നല്ല നല്ല റിസൾട്ട് കമ്പനികൾ ഏതൊക്കെയാണ് പോസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ജോയിൻ ചെയ്തിട്ടില്ലാത്തവ ജോയിൻ ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ, അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ. അപ്പം പ്രത്യേകിച്ച് വേറെ ഏത് സ്റ്റോക്കൊക്കെയാണ് വാച്ച് ലിസ്റ്റ് റിട്ടയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി പവർ ഇന്ത്യ ഞാൻ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റത്തോടെ മുന്നോട്ട് പോവുകയാണ്. പുൾ ബാക്കുകളൊന്നും വന്നിട്ടില്ല. എന്നാലും പുൾ ബാക്ക് വരുമോ ഇല്ല എന്ന കാര്യത്തിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ആവുന്ന എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ BSE ആണ്. നിങ്ങൾ കണ്ട ഇന്നലത്തെ മൂവ്മെൻറ്റ് നോക്കി BSE എന്തോരം ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. 3000 നിന്ന് മോസ്റ്റ്ലി ഒരു 10% മൂവ്മെൻറ്റിനുണ്ടായി BSE. അതിൻ്റെ അവിടെ റിക്കവറി ചെയ്ത് 2800 റേഞ്ചിൽ ട്രേഡ് ചെയ്യണം. അപ്പോൾ ഇത് BSE എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവും. എന്തായിരിക്കും നടക്കുന്നതെന്നുള്ള കാര്യം BSEയിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു റിക്കവറിക്ക് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് BSEയിൽ. സോ BSE എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ശേഷം ബയോകോൺ ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബയോകോണും ഒരു സ്ട്രക്ചറലി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലേക്ക് ബിൽഡായി വരുന്നുണ്ട്. സോ ബയോകോണും എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. വളരെ ചുരുക്കിയ സ്റ്റോക്സ് മാത്രമേ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളൂ. കാര്യം എനിക്ക് തൃപ്തിയില്ല. എനിക്ക് നല്ല നല്ല ട്രേഡിംഗ് സെറ്റപ്സ് ആണ് ഡെവലപ്പ് ആവുന്നതെന്ന് ഒരു വിഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലേക്ക് മാർക്കറ്റ് നീങ്ങുമ്പോഴത്തേക്കും കൂടുതൽ സ്റ്റോക്സ് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബയോകോൺ ആൻഡ് BSE ആണ് ഇന്ന് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. ബയോകോൺ എന്ന് പറയുമ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, ട്രെൻഡ് ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും 390 എബോ ഒക്കെ ബ്രേക്ക് ചെയ്യില്ല എന്ന് അറിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ കൂടുതൽ കണ്ടന്റുകളും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.